+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വരുന്ന റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് ലിബ്രെ ഓഫീസ് കാൽക്കിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് എന്താണ് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സ് റൗണ്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഈ തന്നിരിക്കുന്ന നമ്പർ നമുക്കൊരു 3 ഡിജിറ്റ്സിൽ റൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4.568 എന്നായിരിക്കും 3 ഡിജിറ്റ് റൗണ്ട് ചെയ്താൽ കിട്ടുന്നത്. 5 6 7 വരെ 8 കിട്ടാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. കാരണം 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഇവിടെ തന്നിരിക്കുന്നതിൽ 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ 8 എന്ന് പറയുന്ന 5ൽ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയത്. അതുപോലെ മറ്റൊരു നമ്പറാണിത് 5678.123 ആണ് 3 ഡിജിറ്റ് റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം ഇവിടെ 3 കഴിയുമ്പോഴത്തേക്കുള്ള നമ്പർ എന്ന് പറയുന്നത് 5ൽ ചെറുതായതുകൊണ്ടാണ് ഇവിടെ നമ്മളൊന്നും കൂടെ ആഡ് ചെയ്യാത്തത്. ഇവിടെ 5ൽ കൂടുതലുള്ള 5ഓ അതിൽ കൂടുതലോ ആയിരുന്നെങ്കിൽ ഇവിടെ 1 2 4 വരും. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി റൗണ്ട് ഡൗൺ എന്ന ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള നമ്പർ ഏതാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നേയില്ല. അത് 5നേക്കാൾ കൂടുതലോ 5ഓ 5ൽ കുറച്ചോ എന്താണെങ്കിലും നമ്മൾ അത് കൺസിഡർ ചെയ്യാതെ അവിടെ കിടക്കുന്ന ആ നമ്പർ മാത്രം എഴുതുന്നു. കാരണം 5ഓ 5ൽ കൂടുതലോ ആണെങ്കിലാണ് നമ്മൾ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്ത് എഴുതുക. 5ൽ കുറവാണെങ്കിൽ നമ്മളൊന്നും ആഡ് ചെയ്യത്തില്ല, അവിടെ കിടക്കുന്ന അതുപോലെ എഴുതും. അപ്പോൾ റൗണ്ട് ഡൗൺ ഫംഗ്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് 2 ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ 3 ഡെസിമൽ പ്ലേസ് ആണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ അപ്പോൾ എത്ര ആൻസർ കിട്ടും? 3 ഡെസിമൽ പ്ലേസ് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4.568 എന്നാണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മൾ ആ മൂന്നാമത്തെ നമ്പർ കഴിഞ്ഞിട്ട് കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മൾ അതുപോലെ എഴുതുന്നു, 567 എന്ന് എഴുതുന്നു. അതുപോലെ ഇവിടെ എത്ര എഴുതും? 5678.3 നമ്പർ റൗണ്ട് ചെയ്യണമെങ്കിൽ 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കുന്നേ ഇല്ല, അതുവരെയുള്ളത് അതുപോലെ എടുത്തെഴുതുന്നു. അപ്പോൾ റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റൗണ്ട് ചെയ്യും പോലെയല്ല. നമ്മൾ സാധാരണ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ റൗണ്ട് ചെയ്യുന്ന 2 പ്ലേസ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്തെഴുതും. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾക്ക് 2 പ്ലേസാണ് റൗണ്ട് ചെയ്യാനുള്ളതെങ്കിൽ ആ 2 പ്ലേസിലുള്ള നമ്പർ അതുപോലെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ നോക്കുകയേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പം എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഈസിക്കൽ ടു റൗണ്ട് ഡൗൺ 1 2 3 4.5678, 1 കൊടുക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 2 3 4.5 ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുന്നത്. നമ്മൾ ആ 5 കഴിഞ്ഞിട്ടുള്ളത് നോക്കുകയേ ചെയ്യുന്നില്ല. അടുത്ത 2 പ്ലേസ് റൗണ്ട് ചെയ്താൽ എന്ത് കിട്ടും? റൗണ്ട് ഡൗൺ 1 2 3 4.5678, 2 2 പ്ലേസ് റൗണ്ട് ചെയ്യുമ്പോൾ 0.56 1 2 3 4.56 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ നോക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 3 പ്ലേസ് റൗണ്ട് ചെയ്താൽ എന്ത് കിട്ടും? റൗണ്ട് ഡൗൺ 1 2 3 4.5678, 3 567 വരെയുള്ളത് 3 പ്ലേസ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 567 വരെയുള്ള റൗണ്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ നോക്കുകയോ ചെയ്യുന്നില്ല. 1 2 3 4.567 എന്ന് നമുക്ക് റൗണ്ട് ഡൗണിൽ ഒരു ഡി വിട്ടുപോയി, അതുകൊണ്ടാണ് കിട്ടാത്തത്. 1 2 3 4.567 നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിളിൽ നോക്കുന്നു. ഇപ്പോൾ ഈ 2 എക്സാമ്പിൾ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പേഴ്സും 5ൽ കൂടുതലുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്ന പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പേഴ്സും 5ൽ കുറവാണ്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്നതിൽ പോയിൻറ്റിന് മുമ്പുള്ള എല്ലാ നമ്പേഴ്സിൽ 5ൽ താഴെയുള്ളതാണ്.
ഇവിടെ തന്നിരിക്കുന്ന പോയിൻറ്റിന് മുമ്പുള്ള എല്ലാ നമ്പേഴ്സും 5 കൂടുതലുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്തങ്ങളായ നമ്പേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയുന്നതിനാണ് ഈ രണ്ട് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. റൗണ്ട് ഡൗൺ 5678.1234, 1. ഒരു നമ്പറാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ 0.1 വരെ എടുക്കുന്നു. ബാക്കി നമ്മൾ നോക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്രയെന്ന് കിട്ടും? 5678.1 എന്ന ആൻസർ കിട്ടും. ഇനി 2 ആണെങ്കിൽ റൗണ്ട് ഡൗൺ 5678.1234, 2, 5678.12 എന്ന ആൻസർ കിട്ടും. റൗണ്ട് ഡൗൺ 5678.1234, 3, 5678.123 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈക്വൽ ടു സൈൻ ഇട്ടില്ല എങ്കിൽ ആ ഫംഗ്ഷൻ അതുപോലെ കിടക്കത്തതേ ഉള്ളൂ, ആൻസർ കിട്ടത്തില്ല. ഈക്വൽ ടു സൈൻ ഇട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഒന്നും വേണ്ട, പോയിൻ്റ് വരെയുള്ളത് മതിയെങ്കിൽ നമ്മൾ ഈ 1, 2, 3 കൊടുത്ത സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കാനുള്ളത്. അപ്പോൾ റൗണ്ട് ഡൗൺ 1, 2, 3, 4, 0.5678, 0 കൊടുക്കുമ്പോഴത്തേക്ക് 0 കൊടുത്തതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു? പോയിൻ്റ് കഴിഞ്ഞുള്ള കൺസിഡർ ചെയ്യുകയേ വേണ്ട, ബാക്കിയുള്ളത് അതുപോലെ എഴുതുന്നു. അപ്പോൾ ആൻസർ നമുക്ക് 1, 2, 3, 4 ആയിരിക്കും കിട്ടുന്നത്. സോറി, ഇവിടെ ഈക്വൽ ടു സൈൻ കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ്. 1, 2, 3, 4 കിട്ടുന്നു. ഇനി അതേ കേസ് ഇവിടെ ചെയ്ത് നോക്കാം. ഈക്വൽ ടു റൗണ്ട് ഡൗൺ 5678.1234, 0 കൊടുക്കുകയാണ്. ആൻസർ എന്തെന്ന് വരും? 5678 വരെ എടുത്താൽ മതി, ബാക്കി നമ്മൾ നോക്കുകയേ വേണ്ട. എത്രയെന്ന് കിട്ടും? 5678 ആൻസർ കിട്ടും. ഈ നമ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറഞ്ഞത്? സാധാരണഗതിയിൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ 5 ആയതുകൊണ്ട് 1, 2, 3, 5 കിട്ടാനുള്ളത്. പക്ഷേ റൗണ്ട് ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1, 2, 3, 4 എന്ന് കിട്ടിയത്. ഇനി നമ്മൾക്ക് പോയിൻറ്റിന് മുമ്പേ ഉള്ള നമ്പർ റൗണ്ട് ചെയ്യണമെങ്കിൽ -1, -2, -3 ഉപയോഗിക്കുന്നത്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. ഈക്വൽ ടു റൗണ്ട് ഡൗൺ 1, 2, 3, 4, 0.5678, -1. പോയിൻറ്റിന് മുമ്പുള്ള ഒരു പ്ലേസാണ് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന്. -1 വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയിൻറ്റിന് മുമ്പുള്ള ആദ്യത്തെ നമ്പറിന് നമ്മൾ 0 കൊടുക്കണം. റൗണ്ട് ഡൗൺ ആയതുകൊണ്ട് ബാക്കിയുള്ളത് അതുപോലെ എഴുതിയാൽ മതി. 1, 2, 3, 0 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി റൗണ്ട് ഡൗൺ 1, 2, 3, 4, 0.5678, -2, ഈക്വൽ ടു സൈൻ കൊടുക്കണം. റൗണ്ട് ഡൗൺ 2 നമ്പർ, അതായത് പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള 2 നമ്പറിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, ബാക്കി അതുപോലെ എഴുതുക. 1, 2, 0, 0. എന്തുകൊണ്ടാണ്? റൗണ്ട് ഡൗൺ ആയതുകൊണ്ടാണ് ഇത് അതുപോലെ എഴുതുന്നത്. റൗണ്ട് അപ്പ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് നമ്മൾ കൂട്ടി എഴുതുമായിരുന്നു. അവിടെ കുത്തിന് പകരം കോമയ്ക്ക് പകരം കുത്ത് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ആൻസർ കിട്ടാതിരുന്നത്. ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? 1, 2, 3, 4, 0.5678, -2 വന്നപ്പോൾ പോയിൻറ്റിന് മുമ്പുള്ള 2 നമ്പർ 0 ആക്കി കൊടുത്തു, ബാക്കി അതുപോലെ എഴുതി. 1, 2, 0, ആൻസർ കിട്ടും. ഇനി ഈക്വൽ ടു റൗണ്ട് ഡൗൺ 1, 2, 3, 4, 0.5678, -3,
-3 വരികയാണെങ്കിൽ പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള 3 നമ്പർ 0 ആക്കി കൊടുക്കണം. ബാക്കി അതുപോലെ എഴുതണം. ആൻസർ നമുക്ക് 1000 എന്ന് കിട്ടും. അതേ കാര്യം തന്നെ ഇവിടെ ചെയ്തു നോക്കാം. കാരണം ഒരു വ്യത്യാസവും വരുന്നില്ല. ആ തന്നിരിക്കുന്ന നമ്പർ നമ്മൾ അതുപോലെ എഴുതുകയും ചെയ്യുന്നുള്ളൂ. ഒന്നും കൂട്ടുകയും ചെയ്യുന്നില്ല, കുറയ്ക്കുകയും ചെയ്യുന്നില്ല. മൈനസ് വരുമ്പോഴത്തേക്ക് ഒന്നാണ് -1 ആണെങ്കിൽ പോയിൻറ്റിന് മുമ്പുള്ള ഒരു പ്ലേസ് 0 ആക്കണം. ബാക്കി അതുപോലെ എഴുതണം. -2 ആണ് വരുന്നതെങ്കിൽ പോയിൻറ്റിന് മുമ്പുള്ള 2 പ്ലേസ് 0 ആക്കണം. ബാക്കി അതുപോലെ എഴുതണം. -3 ആണ് വരുന്നതെങ്കിൽ പോയിൻറ്റിന് മുമ്പുള്ള 3 പ്ലേസ് 0 ആക്കണം. ബാക്കി അതുപോലെ എഴുതണം. ഇവിടെ ഓരോരുത്തരും നമുക്ക് എന്ത് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ആൻസർ നമുക്കല്ലാതെ തന്നെ പറയാൻ പറ്റും. ഒരു പ്ലേസ് ആകുമ്പോൾ 5670, 2 പ്ലേസ് ആകുമ്പോൾ 5600, 3 പ്ലേസ് ആകുമ്പോൾ 5000 എന്നായിരിക്കും ആൻസർ കിട്ടുക. റൗണ്ട് ഡൗൺ 5678.1234, -1. ഇവിടെ -1 കൊടുത്തപ്പോഴത്തേക്ക് ഈ 7 പോയിൻറ്റിന് മുമ്പുള്ള ഒരു ഡിജിറ്റ് 0 ആക്കണം. അപ്പോൾ 5670 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി ഇവിടെ 2 ഡിജിറ്റ് ആണ് പോയിൻറ്റിന് മുമ്പേ റൗണ്ട് ചെയ്യാനുള്ളതെങ്കിൽ -2 കൊടുക്കണം. അപ്പോൾ 56 കഴിഞ്ഞിട്ടുള്ള 2 ഡിജിറ്റ് 0-ന് 5600 നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി ഇവിടെ -3 കൊടുക്കാം നമുക്ക്. -3 കൊടുക്കുമ്പോൾ പോയിൻറ്റിന് മുമ്പുള്ള 3 ഡിജിറ്റ് 0 ആക്കണം. അപ്പോൾ ആൻസർ അങ്ങനെ വരും 5000 എന്നായിരിക്കും വരുന്നത്.